ഡീൽ ഓർ നോ ഡീൽ എന്ന ആരോപണമാണ് ഇപ്പോൾ പ്രചാരണ രംഗത്ത് ഏറ്റവും സജീവമായി നിൽക്കുന്നത്. കോൺഗ്രസുകാർ CPM-ഉം BJP തമ്മിൽ ധാരണ എന്ന ഡീൽ ആരോപണം ആവർത്തിച്ച് ഉന്നയിക്കുകയാണ്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ചരിത്രം നിരത്തിക്കൊണ്ട് അതിന് മറുപടിയും നൽകി. ഇതിനിടയിൽ BJP ഞങ്ങളല്ല ആരുമായിട്ടെങ്കിലും ഡീലുള്ളത്, ഞങ്ങൾ വിജയിക്കാൻ പോകുന്ന സീറ്റുകളിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ഉം കോൺഗ്രസും ലീഗുമെല്ലാം ചേർന്ന് ഡീലുണ്ടാക്കുകയാണെന്നാണ് അവരുടെ ആരോപണം. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിൻ്റെ BJP ബന്ധത്തെ ആക്രമിച്ചത്. അത് കോലീബി സഖ്യത്തെക്കുറിച്ചായിരുന്നു. കോലീബി സഖ്യമുണ്ടായതിന് എല്ലാ കാലത്തും കഴിഞ്ഞ കുറേയേറെ തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസിനെതിരെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ കോലീബി സഖ്യത്തിൻ്റെ ആരോപണം. എന്താണ് ഈ കോലീബി സഖ്യം എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. 1991 കേരളത്തിൽ ആദ്യമായി കോലീബി സഖ്യം രൂപപ്പെട്ടത്. BJP നേതാവ് KG മാരാരുടെ ജീവചരിത്രത്തിലൂടെയായിരുന്നു. ഈ സഖ്യത്തിൻ്റെ പുറം കഥകൾ അതിനു മുമ്പ് തന്നെ ആ ആരോപണം സജീവമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ആ സഖ്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്ത് അറിഞ്ഞത് അതൊരു യാഥാർത്ഥ്യമായിരുന്നു, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നത് ലോകമറിഞ്ഞത് KG മാരാരുടെ ആത്മകഥയിലൂടെയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത UDF നേതൃത്വം BJP-യുമായി ഒരു രഹസ്യ ധാരണ ഉണ്ടാക്കുകയും ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കേരളത്തിലാകെ UDF-നെ പിന്തുണയ്ക്കുന്നതിന് പ്രതിഫലമായി മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ BJP നേതാവ് KG മാരാർക്കെതിരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നും അവിടെ വോട്ട് മറിച്ച് അദ്ദേഹത്തിന് നൽകിയത് UDF വോട്ട് മറിച്ച് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും വോട്ട് മറിച്ച് അദ്ദേഹത്തിന് നൽകി KG മാരാർക്ക് നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്യുക. ഇതായിരുന്നു ധാരണ. അവിടുത്തെ ഒരു വിജയത്തിന് വേണ്ടി മറ്റ് 2 മണ്ഡലങ്ങളിലേക്കുള്ള വോട്ട് BJP-കാർ മറിച്ച് ജനസംഘക്കാർ മറിച്ചു കൊടുക്കും. ഈ രഹസ്യധാരണ KG മാരാരുടെ ജീവചരിത്രത്തിലെ പാഴായ പരീക്ഷണം എന്ന അധ്യായത്തിൽ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. കേരളം പല തെരഞ്ഞെടുപ്പുകളിലും ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് എന്തായാലും കോലീബി സഖ്യം. ഈ കോലീബി സഖ്യത്തിനെതിരെ അതിനു മുമ്പ് 1979 ജനസംഘത്തിൻ്റെ സഹായത്തോടുകൂടി പിണറായി വിജയൻ വിജയിച്ചു എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവടക്കം തിരിച്ചടിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണത്തിന് ഇടതുപക്ഷത്തു നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. ആ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. കോൺഗ്രസും UDF-ഉം എല്ലാ ഘട്ടത്തിലും RSS-മായി ബന്ധമുണ്ടാക്കാനാണ് എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾ ഈ പറഞ്ഞ പുരോഹിതൻ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഓർക്കുന്നുണ്ടാവുമല്ലോ. കോലീബി സഖ്യം എന്തായിരുന്നു? കോലീബി സഖ്യം. പക്ഷെ അത്തരമൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നതിന് വല്ല ജാള്യത അവർക്കുണ്ടായോ? ആ കൂട്ടുകെട്ട് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ തുറന്ന അക്കൗണ്ട് ഇവിടെ തന്നെ പൂട്ടിക്കും ഇന്ന് നിയമത്ത് വെച്ച് തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചല്ലോ. അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? എന്ത് വൃത്തികേടും കാണിക്കാൻ മടിയില്ലാത്ത ഒരു കൂട്ടരാണ് ഈ പറയുന്ന കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ചരിത്രം പറഞ്ഞാണ് മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ആരോപണത്തെ നേരിട്ടതെങ്കിൽ കോലീബിക്ക് മുമ്പുള്ള ചരിത്രം പറഞ്ഞായിരുന്നു VD സതീശന്റെ മറുപടി. 1979 ജനസംഘത്തിന്റെ പിന്തുണയോടെ അല്ലേ പിണറായി വിജയൻ ജയിച്ചതെന്ന കോൺഗ്രസ് പലതവണ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. അത് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു VD സതീശൻ ഇതിന് മറുപടി നൽകിയത്. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSS-ന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSS-നോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ? ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. ഈ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവൊക്കെ ചരിത്രം പറഞ്ഞായിരുന്നു പരസ്പരമുള്ള ആരോപണമെങ്കിൽ KC വേണുഗോപാൽ ചരിത്രമൊക്കെ വിട്ട് വർത്തമാനകാലത്ത് നിന്നുകൊണ്ട് തന്നെയാണ് മറുപടി നൽകിയത്. BJP-യുടെ കൊട്ടേഷനാണ് പിണറായി ഏറ്റെടുത്തിരിക്കുന്നതെന്നായിരുന്നു KC വേണുഗോപാലിന്റെ പ്രതികരണം. CPM-ന്റെ ക്യാപ്റ്റനാണോ ഇനി BJP-യുടെ ക്യാപ്റ്റനാണോ പിണറായി എന്നതിലും നാക്ക് ആർക്കും വാടകയ്ക്ക് നൽകരുതെന്നൊക്കെ നേരത്തെ പിണറായി പറഞ്ഞിരുന്നു. അതേ വാക്കുകൾ തന്നെ തിരിച്ചടിച്ചുകൊണ്ടായിരുന്നു KC വേണുഗോപാൽ ഇതിന് മറുപടി നൽകിയത്.
അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തമാണല്ലോ. അദ്ദേഹം BJPയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. CPMന്റെ ക്യാപ്റ്റനായിട്ട് അവരുടെ ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹത്തെ. പക്ഷെ ഇപ്പം BJPയുടെ ക്യാപ്റ്റനാണെന്ന് സംശയിക്കേണ്ടി വരും. ഇദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞതാണ് നാക്കാർക്കും വാടക കൊടുക്കരുത്. ഇദ്ദേഹത്തിന്റെ നാക്ക് ഇപ്പം BJPക്ക് വേണ്ടി വാടക കൊടുത്തിരിക്കുകയാണ്. അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്രയും ആക്രമണം നടത്തേണ്ട കാര്യം എന്താണ്? ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തുന്ന ആരാണ്? BJP. അതേ ഉത്തരവാദിത്വം അതേ കാര്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആക്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ. ഇത് ക്ലിയർ കൊട്ടേഷനാണ്. BJPയുടെ. അത് എല്ലാവർക്കും അറിയാം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഡീല്. കാരണം ഡീലില്ലാതെ മുഖ്യമന്ത്രിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ബന്ധുക്കളെയും സ്വന്തക്കാരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോഡിയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണ ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം, പാർട്ടി താല്പര്യങ്ങളല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ ആശയങ്ങളെയും അടിയറ വെക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇത്രയേറെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. കുറെ കൂടി ലളിതമായിട്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അദ്ദേഹം വളരെ ലളിതമായി പറഞ്ഞത് ഇങ്ങനെയാണ്: BJPക്കായാലും NDAക്കായാലും ചെയ്യുന്ന എല്ലാ വോട്ടുകളും നിങ്ങൾ CPMന് ചെയ്യുന്ന സഹായമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് BJPക്കും NDAക്കും ഒന്ന് വോട്ട് ചെയ്തത് കോൺഗ്രസിന് UDFന് നൽകണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത്രത്തോളം ലളിതമായ ഒരു പ്രതികരണമായിരുന്നു ചെന്നിത്തലയുടെ. BJPക്ക് ചെയ്യുന്ന NDAക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPMനെ സഹായിക്കുകയാണ് അതുവഴി ചെയ്യുന്നത്. ജനങ്ങൾ ജാഗരൂകരായിരിക്കണം. ഈ നാട്ടിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുകയാണ്, ഭരണമാറ്റം ആഗ്രഹിക്കുകയാണ്. അതിനെ തടയിടാൻ വേണ്ടിയാണ് പാലക്കാടും ഏറ്റുമാനൂരും ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും BJPയും CPMും തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടാത്ത സ്ഥാനാർത്ഥികൾ 22 സീറ്റാണ് 2020 നൽകിയിരിക്കുന്നത്. ആരാണ് ഈ 22? 2 പേർക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പറ്റില്ല. VD ജയസേന സ്ഥാനാർത്ഥികൾ. ഇതെല്ലാം ഇവർ തമ്മിലുള്ള ഡീലാണ്. കേരളത്തിൽ UDF ഗവൺമെൻറ് വരാതിരിക്കാൻ 2021 ചെയ്തതുപോലെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ് CPMും BJPയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളുടെ ആരോപണങ്ങളെയും പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടും എന്നാൽ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് തങ്ങളാണെന്ന മട്ടിലുമായിരുന്നു BJP നേതാവ് MD രമേശിൻ്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് BJP ജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും മണ്ഡലമുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ്സുകാരും CPMുകാരും ലീഗുകാരും എല്ലാം കൂടി ചേർന്ന് BJPക്കെതിരെ ആര് ജയിക്കുമോ അവർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള പരിഭവമാണ് അദ്ദേഹം ഉന്നയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് CPMും കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഒരു അവിശുദ്ധ സഖ്യം രൂപപ്പെട്ടിരിക്കുകയാണ്. BJPക്ക് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ധാരണയാണ് CPMും കോൺഗ്രസും ലീഗും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ധാരണയുണ്ടാക്കിയിട്ട് ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത്. മുഖ്യമന്ത്രി UDF BJP ധാരണയുണ്ടെന്ന് പറയുക, പ്രതിപക്ഷ നേതാവ് CPM BJP ധാരണയുണ്ടെന്ന് പറയുക. സത്യത്തിൽ ധാരണയുണ്ടാക്കിയിട്ടുള്ളത് CPMും കോൺഗ്രസും ലീഗുമാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ ഉത്സവപ്പറമ്പിൽ മാല മോഷ്ടിച്ചതിന് ശേഷം ജനങ്ങളോടൊപ്പം കള്ളന്മാരെ തിരയുന്ന ചില മോഷ്ടാക്കന്മാരുണ്ട്, സമർത്ഥന്മാരായിട്ടുള്ള മോഷ്ടാക്കൾ. അങ്ങനെയാണ്. അതേപോലെയാണ് അവർ തമ്മിൽ ഡീലുണ്ടാക്കി BJPയെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. നേതാക്കൾക്കൊക്കെയും നല്ല കിടുക്കൻ ഡയലോഗുകളൊക്കെ വെച്ച് കാച്ചാൻ പറ്റുന്ന സമയം കൂടിയാണ്. ചിലത് നമുക്ക് ചിരിപടർത്തും, ചിലത് സ്വന്തം പാർട്ടിയെ തന്നെ വെട്ടിലാക്കുന്നാവും. അങ്ങനെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും വരാറുണ്ട്. മുൻപ് നടത്തിയ ഇത്തരം പ്രയോഗങ്ങളൊക്കെ പ്രധാനമായും പ്രയോഗം നടത്തിയിരുന്ന ഒരാൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.